ഹലോ എവരി വൺ, വെൽക്കം ടു ലീഗൽ ലോർ ബൈ അനൂഷ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രയർ ആർട്ട്. എന്താണ് പ്രയർ ആർട്ട്? പ്രയർ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എവിഡൻസ് ആണ്. അതായത് ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ഈ പേറ്റന്റ് അപ്ലിക്കേഷന് മുൻപ് തന്നെ പബ്ലിക്കിന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം എന്ന് കാണിക്കുന്ന ഒരു എവിഡൻസ് ആണ് സത്യത്തിൽ പ്രയർ ആർട്ട് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കറിയാം, ഒരു ഇൻവെൻഷൻ്റെ മേളിൽ പേറ്റന്റ് ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ നോവൽറ്റി, നോൺ ഒബ്വിയസ്നെസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി, ഈ 3 ക്രൈറ്റീരിയാസ്, ഈ 3 സ്റ്റാൻഡേർഡ്സ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇൻവെൻഷന് മേളിൽ പേറ്റന്റ് ലഭിക്കുള്ളൂ. ഈ ഇൻവെൻഷൻ ഓൾറെഡി പബ്ലിക്കിന് അറിയാം, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആണെങ്കിൽ അതിന് പ്രയർ ആർട്ടായിട്ടാണ് കാണുക. അങ്ങനെയാണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രയർ ആർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഏതൊരു എക്സിസ്റ്റിംഗ് പേറ്റന്റും, ഓൾറെഡി നിലവിലുള്ള ഏതൊരു പേറ്റന്റും പ്രയർ ആർട്ടായിട്ട് മാറുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് പബ്ലിഷ്ഡ് പേറ്റന്റ് അപ്ലിക്കേഷൻസ്, ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള പേറ്റന്റ് അപ്ലിക്കേഷൻസ്, സയൻറ്റിഫിക് ലിറ്ററേച്ചേഴ്സ്, ഏതെങ്കിലും ഒരു പബ്ലിക് പ്രസൻറ്റേഷൻ, ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ മാനുവൽസ്, അല്ലെങ്കിൽ ഈ പേറ്റന്റ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് ഡോക്യുമെൻ്റ് ആയാലും അതിനെ പ്രയർ ആർട്ടായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രയർ ആർട്ടാണ്. ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6 ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് പേറ്റന്റ് ആൻഡ് പേറ്റന്റ് അപ്ലിക്കേഷൻസ്. അതായത് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള പേറ്റന്റോ അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പേറ്റന്റ് അപ്ലിക്കേഷൻസോ ആണെങ്കിൽ അത് പ്രയർ ആർട്ടിന്റെ പ്രൈമറി സോഴ്സ് ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് പറയുന്നത് സയന്റിഫിക് ലിറ്ററേച്ചർ, അതായത് ഏതെങ്കിലും ഒരു അക്കാദമിക് പേപ്പറോ ജേർണൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫറൻസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ലിറ്ററേച്ചർ വർക്കോ, ഏത് പബ്ലിക്കേഷനും ആയിക്കോട്ടെ, അത് ഓൾറെഡി ഈ പേറ്റന്റ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിലനിൽക്കുന്നതാണെങ്കിൽ അത് പ്രയർ ആർട്ടാണ്. തേർഡ് പറയുന്നത് പബ്ലിക്ലി ആക്സസിബിൾ പ്രൊഡക്റ്റ് ഓർ പ്രോസസ്, അതായത് ഈ പേറ്റന്റ് അപ്ലിക്കേഷന് മുൻപ് തന്നെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ പ്രോസസ്സ് പബ്ലിക്കിന് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള, അവർക്ക് ആക്സസ് ഉള്ള ഒരു കാര്യമാണ് എങ്കിൽ അത് പ്രയർ ആർട്ടാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പബ്ലിക് യൂസ് ഓർ സെയിൽ, അതായത് ഈ ഇൻവെൻഷൻ പേറ്റന്റ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുൻപ് തന്നെ പബ്ലിക് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെൻഷനാണ്, അല്ലെങ്കിൽ ഇത് ഓൾറെഡി പബ്ലിക്കിന് സെയിൽ നടത്തിയിട്ടുള്ള ഒരു ഇൻവെൻഷനാണ് എങ്കിൽ അത് പ്രയർ ആർട്ടാണ്. ഫിഫ്ത്ത് പറയുന്നത് നോൺ പേറ്റന്റ് ലിറ്ററേച്ചർ, അതായത് ഏതെങ്കിലും ഒരു പബ്ലിഷ്ഡ് മെറ്റീരിയൽ, അതൊരു ടെക്നിക്കൽ മാനുവൽ ആവാം, യൂസർ ഗൈഡ് ആവാം, ഓൺലൈൻ ഡോക്യുമെന്റേഷൻസ് ആവാം, പ്രൊഡക്റ്റ് കാറ്റലോഗ്സ് ആവാം, എന്തും ആവാം. ഈ ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ ഈ പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് മുൻപ് പബ്ലിക്കിന് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രയർ ആർട്ടായിട്ടാണ് കാണുക. നെക്സ്റ്റ് പറയുന്നത് ഫോറിൻ പ്രയർ ആർട്ട്, അതായത് ഫോറിൻ കൺട്രീസിൽ ഉള്ള പേറ്റന്റ് കിട്ടിയിട്ടുള്ള ഇൻവെൻഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് അതിന് നമ്മുടെ രാജ്യത്ത് പ്രയർ ആർട്ടായിട്ടാണ് കാണുക. ഈ പ്രയർ ആർട്ടായിട്ട് കാണണമെങ്കിൽ എന്തുണ്ടാവണം? പേറ്റന്റ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ പേറ്റന്റ് അപ്ലിക്കന്റ് ഈ പ്രയർ ആർട്ടിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ അയാൾക്ക് അയാളുടെ ഇൻവെൻഷനിൽ നോവൽറ്റി ഉണ്ടോ, ഇൻവെന്റീവ് സ്റ്റെപ്പ് ഉണ്ടോ, ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ടൈമും റിസോഴ്സും നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേറ്റന്റ് അപ്ലിക്കേഷൻ പ്രോസസ്സിൽ പ്രയർ ആർട്ട് സെർച്ച് നടത്തുക എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പാണ്. ഇത് നടത്തുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ആ പേറ്റന്റ് അപ്ലിക്കേഷന്റെ സക്സസ് എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. പേറ്റന്റ് എക്സാമിനേഴ്സ് പ്രയർ ആർട്ടിലാണ് റിലൈ ചെയ്യുക, അതായത് ആ ഇൻവെൻഷന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത്
ഈ പ്രയർ ആർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.